ഇന്നത്തെ ദിവസം ലോകം ആഘോഷിക്കുന്നത് ഓസ്കാർ അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ പേരിലാണ്. ഓപ്പൺഹൈമർ എന്ന സിനിമ ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടിയതിൻ്റെ സന്തോഷത്തിലും ചർച്ചയിലും സംവാദത്തിലുമൊക്കെയാണ് ലോകം ഇന്നുള്ളത്. ഓപ്പൺഹൈമർ എന്ന ചലച്ചിത്രം ക്രിസ്റ്റഫർ നോളൻ തയ്യാറാക്കിയിരിക്കുന്നത് മനഃശാസ്ത്രപരമായ മനുഷ്യൻ്റെ മാനസികാവസ്ഥയും സയൻസും തമ്മിലുള്ള ബന്ധങ്ങളെയൊക്കെ നിർവചിച്ചുകൊണ്ടാണ്. മുമ്പ് മതവും ശാസ്ത്രവും പരസ്പര വിരുദ്ധമാണെന്നും മതം ശാസ്ത്രത്തെ അംഗീകരിക്കുന്നില്ലെന്നും ശാസ്ത്രവും മതവുമായി ചേരുകയില്ലെന്നും അങ്ങനെയുള്ള ഒരു നിഗമനം ലോകം വളർത്തിയെടുക്കുകയുണ്ടായി. 16-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള ക്രൈസ്തവ പുരോഹിത സോക്രട്ടീസിനൊക്കെ കൊന്നിട്ടുള്ള, അങ്ങനെ നിരവധി ശാസ്ത്രജ്ഞന്മാരെ വധിച്ചിട്ടുള്ള ഒരു ഇരുണ്ട കാലഘട്ടത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഈ ഒരു നിഗമനം ഉണ്ടായിരുന്നത്. പിന്നീട് ലോകം വളരെ പുരോഗമിക്കുകയും ശാസ്ത്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും തോക്കിൽ നിന്ന് ബോംബുകളിൽ നിന്ന് അണുബോംബ്, ആറ്റം ബോംബ്, അങ്ങനെ തുടങ്ങിയിട്ട് വിനാശകരമായ നശീകരണ പ്രവണതകളിലേക്ക് ലോകം കൂപ്പുകുത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഹിറ്റ്ലർ, ഫാഷിസം, അത് ലോകത്തിൻ്റെ ശത്രുവാണ് എന്ന് ലോകം അംഗീകരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്കൻ സാമ്രാജ്യ ശക്തികൾക്ക് ഹിറ്റ്ലർ ആയിരുന്നില്ല ശത്രു. അപ്പോഴും സ്റ്റാലിനും അധിനിവേശം റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവുമൊക്കെ ആയിരുന്നു ഇവരുടെ അമേരിക്കയുടെ ശത്രുക്കളായി ഉണ്ടായിരുന്നത്. ആ ശത്രുതയുടെ പരിണിത ഫലമായിട്ടാണ് 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം ഇവയൊക്കെ ഉണ്ടാകുന്നത്. അക്കൂട്ടത്തിലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് ലോകത്തെ തന്നെ തകർക്കാനും തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താനും അടിച്ചമർത്താനും അമേരിക്കൻ ശ്രമങ്ങൾ ഉണ്ടായത്. അതിന് ലോകം സാക്ഷികളായത്. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നത്, ഇന്നും മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് ശാസ്ത്രവും രാഷ്ട്രീയവും ഒന്നാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. മതവും ശാസ്ത്രവും പരസ്പരം യുദ്ധം ചെയ്യുകയും പോരടിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിത്തീർന്നിട്ടുള്ള പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ, അധിനിവേശങ്ങളുടെ കാലം, ഇതൊക്കെ വന്നപ്പോൾ രാഷ്ട്രീയവും ശാസ്ത്രവും തമ്മിൽ യോജിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതിൻ്റെ ഫലമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ലോകമഹായുദ്ധങ്ങളുണ്ടായതും അതിൽ ആറ്റം ബോംബുകൾ ഉപയോഗിച്ചതും അതിനു മുമ്പ് തോക്കുകളും പീരങ്കികളൊക്കെ ഉപയോഗിച്ചതും അതിൻ്റെ ഫലമായിരുന്നു. നശീകരണ ആയുധങ്ങൾ, വിധ്വംസക ആയുധങ്ങൾ ഈ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ട് പുറത്തു വന്നു. അതെല്ലാം തന്നെ കണ്ടുപിടിക്കപ്പെട്ടു, അത് മനുഷ്യരുടെ മേൽ പ്രയോഗിക്കപ്പെട്ടു. ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി, ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടാൻ തുടങ്ങി. അപ്പോൾ ശാസ്ത്രം വിനാശത്തിൻ്റെ ആയുധമായി മാറുന്നത് അവിടെ കണ്ടു. ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പോവുകയും യുദ്ധത്തിൽ ബോംബുകൾ പ്രയോഗിക്കാൻ പോവുകയും ചെയ്യുന്ന സൈനികരുടെ മാനസികാവസ്ഥ, അവർക്ക് മനുഷ്യത്വമുണ്ടാകും, അവർക്ക് മനോധർമ്മങ്ങളുണ്ടാകും, അവർക്ക് ധാർമ്മിക വിചാരങ്ങളുണ്ടാകും, അവർക്ക് സ്നേഹം എന്ന് പറയുന്ന വികാരവും ഉണ്ടാകും. ഇതെല്ലാം തന്നെ ഉണ്ടായിരിക്കുമ്പോൾ അവർ എങ്ങനെ യുദ്ധം ചെയ്യും? അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെ മാനസിക അങ്കലാപ്പുകളും പ്രശ്നങ്ങളുമാണ് ഉണ്ടാകുന്നത്? ഇങ്ങനെ ഒരു പെറ്റി ബൂർഷയുടെ, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ്റെ അധിനിവേശത്തിന് ശേഷം ഉണ്ടാകുന്ന കാലാവസ്ഥയും അമേരിക്കൻ സാമ്രാജ്യവും ആയിട്ടുള്ള പോരാട്ടവും അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം നിരപരാധികളായ ഇത് രണ്ടിലും പെടാത്ത രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആളുകളെ അവിടെയൊക്കെ ഒന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിലുൾപ്പെട്ട സൈനികരുടെ മാനസികാവസ്ഥകൾ എന്തായിരിക്കും? അതിൻ്റെ ട്രോമയുണ്ട്. അങ്ങനെ ഒരു പെറ്റി ബൂർഷയുടെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു പെറ്റി ബൂർഷയുടെ മാനസിക സമ്മർദ്ദം എന്തായിരിക്കും എന്നതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള അവതരണമാണ് ഈ ഓപ്പൺഹൈമർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സാന്ദർഭികവും അതുപോലെ ആനുഷംഗികവുമൊക്കെ ആയിട്ടുള്ള ഒരു പ്രമേയത്തെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നതിൽ തന്നെയാണ് ഈ ഓപ്പൺഹൈമറിൻ്റെ വിജയം. ഓസ്കാറിലേക്ക് അതിനെ എത്തിച്ചിട്ടുള്ളതും ഈ ഘടകങ്ങളൊക്കെ തന്നെയാണ്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ.
മലബാറിലേക്ക് വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.